വളരെയധികം സന്തോഷത്തോടെയാണ് നിങ്ങളെ ഈ പ്രാവശ്യം കാണാൻ വരുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന വളരെ അഭിമാനം നിറഞ്ഞ ഒരു നിമിഷമാണ് സാർ. നമ്മുടെ റിസൾട്ടിനെ കുറിച്ച് സഹകാരി റൈസ് പ്ലസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസമാണെന്ന്. കാര്യം സഹകാരി റൈസ് പ്ലസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോഴ്സായിരുന്നു സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന് പറയുന്ന കോഴ്സ്. ആ കോഴ്സിലെ ഏകദേശം 50-ൽ പരം റാങ്കുകൾ, 1ാം റാങ്ക് ഉൾപ്പെടെ 50-ൽ പരം റാങ്കുകൾ സൃഷ്ടിക്കാനായിട്ട് സഹകാരി റൈസ് പ്ലസിന് സാധിച്ചു. 1ാം റാങ്ക് മേടിച്ചിട്ടുള്ള മുഹമ്മദ് റിയാസ്, അതുപോലെ 2ാം റാങ്ക് നേടിയ ശ്രീകുമാർ, 5ാം റാങ്ക് വിഷ്ണു, അതുപോലെ 7ാം റാങ്ക് നേടി ശ്രീന, അതുപോലെ ബ്ലസ്സി 8ാം റാങ്ക്, അതുപോലെ 9ാം റാങ്ക് രഞ്ജു വി, അതുപോലെ 12ാം റാങ്ക് പ്രവീൺ, 13ാം റാങ്ക് നേടി നീതു പി ഉൾപ്പെടെ 50ഓളം റാങ്കുകൾ നേടി സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന് പറയുന്ന എൻട്രി കേഡറിൽ തന്നെ ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ജോലിയിലേക്ക് ഉയർത്താനായിട്ട് സഹകാരി റൈസ് പ്ലസിന് സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തമാണ്. ഈ പരീക്ഷയുടെ പ്രിപ്പറേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കൺഫർമേഷന് ശേഷം വന്നിട്ടുള്ള വലിയൊരു സിലബസ് നമുക്കൊരിക്കലും നമുക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആ ഒരു സമയത്ത് നമ്മൾ നേരിട്ടുള്ള ഏറ്റവും വലിയ സ്ട്രഗിൾ എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ വിജയത്തിൻ്റെ ബേസ് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടിസ്ഥാനം ഫസ്റ്റ് ക്രെഡിറ്റ് ഗോസ് ടു അവർ ബിലൗഡ് സ്റ്റുഡൻസ്. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം അവർ അതുപോലെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അത്രയും വലിയ എഫേർട്ട് അവർ ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം രണ്ടാമത് നന്ദി പറയാനുള്ളത് നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സിനാണ്. ഫാക്കൽറ്റി മെമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ സഹകാരിയോടൊപ്പം നിന്ന് അവർ വർക്ക് ചെയ്യുകയും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുകയും അതുപോലെ മോഡൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവർക്ക് എല്ലാവർക്കും നന്ദി പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇവരുടെ പഠന രീതി അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഏത് കോഴ്സിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ സ്ട്രാറ്റജിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ വെബിനാർ കണ്ടതിന് ശേഷമാണ് അഡ്മിഷൻ എടുക്കുന്നത് അല്ലേ. അപ്പോൾ പലരും അതിന്ന് പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിരിക്കും. നമ്മളെപ്പോഴും പറയുന്നത് നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്ന കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡെയിലി എക്സാമിനേഷൻ ഉണ്ട്. ഡെയിലി എക്സാമിനേഷൻ എത്ര അറ്റംപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ വീക്കിലി എക്സാമിനേഷനിൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ മത്സരിച്ച് മുന്നിലെത്തുക. മന്ത്ലി എക്സാമിനേഷനിൽ ഒരു സംശയം വേണ്ട, ഒരു മാസം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ചിട്ട് നിങ്ങൾ പരീക്ഷ അഭിമുഖീകരിക്കുക. ഇങ്ങനെ ഈ കാര്യങ്ങൾ റിപ്പീറ്റ് പറയുകയും അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത ആൾക്കാരാണ് പ്രത്യേകിച്ച് നമ്മുടെ റിയാസും അതുപോലെ എല്ലാവരും കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? ആദ്യം വിജയിച്ചവൻ്റെ അവ എന്താ ചെയ്ത് നമ്മൾ അന്വേഷിക്കണം അല്ലേ. അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള പ്രിപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും ഇനിയുള്ള ഫ്യൂച്ചർ വെഞ്ചേഴ്സിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീം വർക്കിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ എന്താണെങ്കിലും ചെറിയ കോൺട്രിബ്യൂഷൻ ചെയ്യുക. അതിനുശേഷം ആ ടീമിൻ്റെ കൂടെ ഭാഗമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിജയങ്ങളൊക്കെ നമുക്ക് കൈപ്പിടി ഒതുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സഹകാരി റൈസ് പ്ലസിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മുടെ സ്ട്രാറ്റജി കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. മാറി വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കൃത്യമായിട്ട് നമ്മളെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണുക, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് കാണുക, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ എഴുതുക. അത് ഡെയിലി എക്സാം ആയിക്കോട്ടെ, വീക്കിലി എക്സാം ആയിക്കോട്ടെ, അതുപോലെ മന്ത്ലി എക്സാം ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ വീക്കെൻഡ് ട്രോഫി എക്സാമിനേഷൻ ആയിക്കോട്ടെ, അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ആ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. അതിന്റെ ഒരു ഫലമാണ് നമ്മൾ ഈ GST ഓഫീസറിൽ കണ്ടത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താനായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും. സഹകാരി റൈസ് പ്ലസ് എന്നും നിങ്ങളുടെ സ്വപ്നത്തിനോടൊപ്പം സഞ്ചരിക്കാനായി നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് കൂടി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.